ഓണം തൂക്കുന്നത് ഖലീഫ തന്നെയായിരിക്കും. അതിലിപ്പോ സംശയമൊന്നും വേണ്ട. കാരണം ഹൈപ്പ് കേറ്റി കേറ്റി വൻ പടം സൃഷ്ടിക്കുക എന്നുള്ള ഒരു പ്രൊമോഷൻ സ്ട്രാറ്റജിയിൽ വന്നതായിരുന്നു ദുൽഖറിന്റെ അയാം ഗെയിം. ബട്ട് ട്രെയിലർ ബിഫോർ വരെ ആ ഹൈപ്പ് നിലനിർത്തി എന്ന് തന്നെ പറയാം. ബട്ട് ആ ട്രെയിലർ റിലീസ് ചെയ്തപ്പോഴേക്കും അതിന്റെ അപ്പാടെയുള്ള എല്ലാ സ്ട്രാറ്റജിയും പൊട്ടിപ്പോയി എന്നതിൽ യാതൊരു സംശയവുമില്ല. ഖലീഫ വെറും പോസ്റ്റേഴ്സ് കൊണ്ട് ഈവൻ ഇന്ന് വരെ ഇപ്പോ ഒരു അരമണിക്കൂർ മുമ്പ് ഖലീഫ ടീം പൃഥ്വിരാജിന്റെ ഒരു പോസ്റ്റർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കിടിലം പോസ്റ്റേഴ്സ് കൊണ്ട് അവർ ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഈവൻ ഒരാഴ്ചക്കകത്ത് ട്രെയിലറും കൂടെ അവർ അപ്ഡേറ്റ് ചെയ്ത് വിടുമ്പോൾ പടത്തിന്റെ ആ ഒരു ഹൈപ്പ് കൊളുത്തി കയറും. അതിന്റെ ലാസ്റ്റ് ട്രെയിലറിൽ അവസാനം ലാലേട്ടനെയും കൂടെ ഒന്ന് കാണിച്ച ഫിനിഷ് ഓണം തൂക്കി എന്നതിൽ വേറെ സംശയമൊന്നും വേണ്ട. അയാം ഗെയിമും ഖലീഫയും രണ്ടും ഒരേ ദിവസമാണ് വരുന്നത്. ക്ലാഷ് റിലീസാണ് ഓഗസ്റ്റ് 20, 2026 ഓണം റിലീസായിട്ട് എത്തും. 21 നെവിൻ പോളിയുടെ ബത്ലഹാം കുടുംബ യൂണിറ്റും എത്തും. അത് സത്യം പറഞ്ഞാൽ ഈ ക്ലാഷിലോ അല്ലെങ്കിൽ ഈ ഒരു ഹൈപ്പിലോ അല്ലെങ്കിൽ ആ ഒരു എക്സ്പെക്ടേഷനിലോ ആ സിനിമ വരുന്നില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് നമുക്ക് നെവിൻ പോളിയുടെ ബത്ലഹാം കുടുംബ യൂണിറ്റ് മാറ്റിവെക്കാം. തള്ളിക്കളയുക എന്നല്ല, മാറ്റിവെക്കുകയാണ്. കാരണം അത് പടം നല്ലതാണെങ്കിൽ അത് കയറിക്കോളും. അത് ഫാമിലി പടമായിരിക്കും, അതിൽ വേറെ സംശയമൊന്നും കാണില്ല. നമുക്ക് അതിന്റെ പാട്ടുകളും കാര്യവും കണ്ടതാണ്. ബട്ട് ഇതിന് ഫൈറ്റ് വരുന്നത് അല്ലെങ്കിൽ വാറ് വരുന്നത് അല്ലെങ്കിൽ ഡിബേറ്റ് വരുന്നത് അല്ലെങ്കിൽ ക്ലാഷ് വരുന്നത് ദുൽഖറും പൃഥ്വിരാജും തമ്മിലാണ്. ദുൽഖറുടെ അയാം ഗെയിമും പൃഥ്വിരാജിന്റെ ഖലീഫ ഈ രണ്ട് സിനിമയിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് രണ്ട് സിനിമയുടെയും മ്യൂസിക് ഡയറക്ടേഴ്സ് ഒന്നാണ്, ജെയ്ക്സ് ബിജോയാണ്. ഈ രണ്ട് സിനിമയുടെയും എഡിറ്റർ ഒന്നാണ്, ചമൻ ചാക്കോയാണ്. അപ്പൊ ഈ രണ്ടുപേരും മാറി മാറി അങ്ങ് പടം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മ്യൂസിക് വേണമെങ്കിലും മാറിപ്പോവാം, എഡിറ്റിംഗ് വേണമെങ്കിലും മാറിപ്പോവാം. ഞാൻ ഒരു തമാശക്ക് പറഞ്ഞതേ ഉള്ളു. അപ്പം പടത്തില് അയാം ഗെയിമിന്റെ മ്യൂസിക്കില് ഇവർ നേരത്തെ പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു. ദുൽഖർ ജെയ്ക്സ് ബിജോയുടെ ഇൻസ്റ്റാ പോസ്റ്റിലൊക്കെ കമന്റ് മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, നമുക്ക് കത്തിക്കണം, നല്ലൊരു സാധനങ്ങളൊക്കെ ഇറക്കണം, മ്യൂസിക് ഒക്കെ. ബട്ട് എന്താണ് അവർ ആ ഒരു പറഞ്ഞ മ്യൂസിക് ഈ ട്രെയിലറിൽ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇല്ല. ആ ക്ലൈമാക്സിൽ തന്നെ ബേബി ജീനും ജെയ്ക്സ് ബിജോയും വന്നത് ആ ഒരു ചെറിയൊരു പോർഷൻ മാത്രമേ കൊള്ളാം. ട്രെയിലറിൽ വന്ന ബീജിയമും ഒരു വലിയൊരു ഗുമ്മും കാര്യങ്ങളും അത്രയ്ക്ക് എടുത്തു പറയേണ്ട ഒരു സാധനങ്ങളൊന്നും വന്നിട്ടില്ല. സത്യം പറഞ്ഞാൽ ആ ഒരു ഹൈപ്പ് നിലനിർത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ബട്ട് ഖലീഫയിലേക്ക് വരുമ്പോൾ ബ്ലഡ് ലൈൻ എന്ന ഗ്ലിംസ് ഖലീഫ ടീം റിലീസ് ചെയ്യുമ്പോൾ ആ ഒരു ആ പാട്ടിലെ ലിറിക്സ് സത്യം പറയാൻ എനിക്ക് മറന്നുപോയി. അറക്കണ ആ ഗ്ലിംസ് ഉണ്ടല്ലോ, ഞാൻ ആ പാട്ട് കാരണം എനിക്ക് ആ പാട്ടിന്റെ ആ ഒരു ട്രോൾ മെറ്റീരിയൽ പോലെ ആ പാട്ടിന്റെ ആ ഒരു ലിറിക്സ് ഒക്കെ കാണാതെ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ചോദിച്ചപ്പോ അങ്ങനെ, കാരണം അത് പാടിയ ചിലപ്പോ തെറ്റിപ്പോവും. അപ്പൊ അതുകൊണ്ട് ആ ലിറിക്സ് BGM ഒക്കെ അത് ആപ്റ്റാണ്, ഒരു ഓറ കീപ്പ് ചെയ്യുന്നുണ്ട് ആ ഒരു ലിറിക്കും ആ ഒരു മ്യൂസിക്കും. ആ സമയം പൃഥ്വിരാജ് നടന്നു വരുമ്പോഴുള്ള ലുക്കും ആൻഡ് ഈവൻ തന്നെ ഇപ്പൊ വളരെ ലേറ്റസ്റ്റ് ആയിട്ട് ഖലീഫ ടീം റിലീസ് ചെയ്ത കുറെ പോസ്റ്റേഴ്സ് ഉണ്ട്. ഇജാതി പോസ്റ്റേഴ്സ് ആയിരുന്നു. ആൻഡ് അത് ട്രിം ചെയ്ത് ആൻഡ് ബുൾഗാട്ടി താടിയുള്ള പോരാ അസലായുള്ള എന്നൊരു സോങ്ങും അവർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല സോങ് ആയിരുന്നു, അതും ജെയ്ക്സ് ബിജു ആയിരുന്നു. അപ്പൊ ആ ഒരു ഹൈപ്പ് അവർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, നിലനിർത്തുന്നുണ്ട്. ഇതുവരെ ഹൈപ്പ് അങ്ങ് പൊക്കി പോകുന്നുണ്ട്. എല്ലാത്തിലും ഉപരി ഇന്ത്യയിലെ ഏറ്റവും വലിയ വൺ ഓഫ് ദ സൂപ്പർ സ്റ്റാർ, മലയാളത്തിലെ ഏറ്റവും വലിയ ഒരു നായകനായ ലാലേട്ടൻ കൂടെ സിനിമയിൽ എത്തുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ ഹൈപ്പ് ഇരട്ടി തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. അപ്പൊ ഈ ഒരു സിനിമ ഖലീഫ അയാം ഗെയിം വരുമ്പോ ഇപ്പോൾ ഒരു സിറ്റുവേഷന്റെ ഹൈപ്പ് നോക്കുമ്പോ ഖലീഫ മുകളിൽ തന്നെയാണ് നിൽക്കുന്നത്, അയാം ഗെയിം താഴെ തന്നെയാണ് നിൽക്കുന്നത്. അയാം ഗെയിമിന്റെ കാര്യത്തില് കൺഫ്യൂഷൻ ഉണ്ട്. അതായത് പടം ഒന്നല്ലെങ്കിൽ കാട്ടവരാതും അല്ലെങ്കിൽ ഈ ഒരു നല്ലൊരു പടം, പീക്ക് പടം. ബട്ട് ഈ മിക്സ്ഡ് വരാനുള്ള ഒരു ചാൻസും അയാം ഗെയിമിൽ ഇല്ല. കാരണം അതിന്റെ ഒരു കോർ ഐഡന്റിറ്റി, കോർ തീം, കോണ്ടന്റ് എന്ന് പറയുന്നത് അങ്ങനെയാണ്. നമ്മൾ ട്രെയിലറിൽ കണ്ടതാണ്. ചിലപ്പോൾ അത് കൺവിൻസിങ് ആവാതെ പോവാതിരിക്കാനുള്ള ചാൻസുകളും കൂടുതലാണ്. ബട്ട് അതുപോലെയല്ല ഖലീഫയിലേക്ക് വരുമ്പോൾ ഒന്നല്ലെങ്കിൽ പീക്ക് പടമായിരിക്കും, അല്ലെങ്കിൽ കാട്ടവരാതായിരിക്കും, അല്ലെങ്കിൽ മിക്സ്ഡ് റിവ്യൂ വരാം. കാരണം മിക്സ്ഡ് വരാൻ ചാൻസ് കൂടുതലും ഉള്ള ഒരു പടം കൂടാണ് ഖലീഫ. ഇതിന്റെ ഇടയ്ക്ക് പൃഥ്വിരാജിന്റെ ആ ഓറ ഫിസിക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കുമ്പോ പിന്നെ അസലായുള്ള പാട്ടിലുള്ള ഒരു നായിക, ആ പുള്ളിക്കാരി മരിക്കുമെന്നുള്ള യാതൊരു സംശയവും ഇല്ല. അത് ആ പാട്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അങ്ങനെ
പോസ്റ്റേഴ്സ് കൊണ്ട് ഹൈപ്പ് ക്രിയേറ്റ് ചെയ്ത് ഓണത്തിന്റെ ക്ലാഷ് തൂക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഓണ റിലീസിലേക്ക് വരികയാണ് പൃഥ്വിരാജ് സുകുമാരന്റെ ഖലീഫ. വൈശാഖാണ് സംവിധാനം ചെയ്യുന്നത്, ജിനു എബ്രഹാമാണ് റൈറ്റർ, മ്യൂസിക് ജെയ്ക്സ് ബിജോയാണ്, ആൻഡ് ഈ സിനിമയുടെ എഡിറ്റർ ചമൻ ചാക്കോയാണ്. ഈ പടം ഒരു ആ ഒരു ഗ്ലിംസ് റിലീസ് ചെയ്തപ്പോഴേ ആ ഒരു ക്വാളിറ്റി നമ്മൾ കണ്ടതാണ്. ആ ഒരു ഇംഗ്ലണ്ട് ആ ഒരു പുറത്തുള്ള സൈഡ് കാണിച്ചതും പൃഥ്വിരാജിനെ കാണിച്ചതും പൃഥ്വിരാജിന്റെ ആ മാസ് ഓറ കാണിച്ചതും ഒക്കെ അന്യായമായിരുന്നു. അതിൻ്റെ ഇടയിൽ ജെയ്ക്സ് ബിജോയുടെ ആ കത്തിക്കലും ട്രെൻഡിങ്ങും ആയിരുന്നു. ഇപ്പൊ തന്നെ നിങ്ങൾ DQയുടെ അയാം ഗെയിമിന്റെ ട്രെയിലറിലൊന്ന് ബീജിയം ട്രെൻഡിങ് ഇതുവരെ ആയിട്ടില്ല. നല്ല ബീജിയമാണ്, ബട്ട് ട്രെൻഡിങ്ങും അങ്ങനെ പോപ്പുലർ ആയിട്ടില്ല. കാരണം എല്ലാവർക്കും അങ്ങനെ പിടിച്ചു കയറാനുള്ള തൂങ്ങി അടിക്കാനുള്ള ഒരു ബീജിയം ഒന്നും അതിൽ വന്നിട്ടില്ല എന്ന് തന്നെയാണ്. ബട്ട് അത് ഇറങ്ങുമ്പോൾ എനിക്കൊരു ഫസ്റ്റ് വീക്ക് അല്ലെങ്കിൽ സെക്കൻഡ് വീക്കിന്റെ ഇടയിൽ അയാം ഗെയിമിന്റെ ഫസ്റ്റ് സിംഗിൾ അല്ലെങ്കിൽ ഹൈപ്പ് കയറ്റാനുള്ള എന്തെങ്കിലും റിലീസ് അവർ ചെയ്യും. അല്ലാത്ത പക്ഷം പടത്തിന് ഹൈപ്പ് കുറയാനുള്ള സാധ്യതകളൊക്കെ കൂടുതലാണ്. ഇപ്പം ഖലീഫയ്ക്ക് തന്നെയാണ് ഹൈപ്പ് കൂടിയിരിക്കുന്നത്. ഒന്ന് അവർ പോസ്റ്റേഴ്സ് കൊണ്ട് ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അവരിറക്കിയ അസലായുള്ള സോങ് സൂപ്പർ സോങ് ആണ്. ആൻഡ് അവരുടെ ഗ്ലിംസ് ബ്ലഡ് ലൈൻ കിട്ടില്ല ഇജാതി സാധനം കൂടെ ആയിരുന്നു. അതിൽ പൃഥ്വിരാജിന്റെ ഫൈറ്റും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. ആൻഡ് ഇപ്പൊ പൃഥ്വിരാജ് ഇറക്കുന്ന ആ ഒരു ഖലീഫ ടീം റിലീസ് ചെയ്യുന്ന ആ ഒരു പോസ്റ്റേഴ്സും ഇജാതി ആയിട്ടുണ്ട്. ഏറ്റവും ഉപരി അതിലൊരു ഹൈപ്പ് ലാലേട്ടനുണ്ട് എന്ന് തന്നെയാണ്. അതിൽ വേറെ വലിയ സംശയമൊന്നും വേറെ ഒന്നും കാണിക്കണ്ട. അപ്പൊ പോസ്റ്റേഴ്സ് കൊണ്ട് ഇപ്പൊ ഖലീഫ അയാം ഗെയിമിനെ വെട്ടിമുറുക്കുകയാണ്. ആ അയാം ഗെയിമിനെ മാറ്റി നിർത്തിയാണ്. ക്ലാഷ് റിലീസിന് തൂക്കി അടിക്കാൻ വേണ്ടി വരികയാണ്. നിങ്ങൾ പറ, നിങ്ങൾ FDFS അയാം ഗെയിമിനായിരിക്കുമോ അതോ പൃഥ്വിരാജിന്റെ ഖലീഫയ്ക്കായിരിക്കുമോ പോകുന്നത്? ഓണം തൂക്കാൻ പോകുന്നത് അയാം ഗെയിം ആയിരിക്കുമോ അതോ ഖലീഫ ആയിരിക്കുമോ? ഇവിടെ നിവിൻ പോളിയുടെ ബത്ലഹാം കുടുംബ യൂണിറ്റ് ഉണ്ട്, ഞാൻ പറഞ്ഞു. അത് നമ്മൾ മാറ്റി വെച്ചിരിക്കുകയാണ്, തള്ളിക്കളഞ്ഞിട്ടില്ല. അതവിടെ ഇരിക്കട്ടെ. നമ്മൾ ക്ലാഷിലേട്ടാണ് സംസാരിക്കുന്നത്. ഈ ഒരു പീരീഡിലേക്ക് അവരെ കൊറ്റി നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോ ഖലീഫ തൂക്കുമോ അതോ ഓണം തൂക്കാൻ വരുന്ന അയാം ഗെയിം ആയിരിക്കുമോ? ദുൽഖർ തൂക്കുമോ അതോ ഓണം തൂക്കാൻ വരുന്നത് പൃഥ്വിരാജ് ആയിരിക്കുമോ? നിങ്ങൾ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ പൃഥ്വിരാജിനെ ഖലീഫയ്ക്കായിരിക്കുമോ പോകുന്നത് അല്ലെങ്കിൽ അയാം ഗെയിം ദുൽഖറിന്റെ അയാം ഗെയിമിനായിരിക്കുമോ പോകുന്നത്? നിങ്ങൾ മറക്കാതെ കമന്റ് ചെയ്തേക്ക്. ആൻഡ് ഇതുവരെയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക്, ലൈക്ക് ചെയ്തേക്ക്, കമന്റ് ചെയ്തേക്ക്, ഷെയർ ചെയ്തേക്ക്, ഹൈപ്പ് ചെയ്തേക്ക്. അപ്പൊ ബൈ ബൈ ഗൈസ്, സ്റ്റേ സേഫ്, ലവ് യു.